ബംഗളൂരു വിമാനത്താവളത്തിൽ 14 കിലോയിലധികം സ്വർണവുമായി കന്നഡ നടി രന്യ റാവു അറസ്റ്റിലായിട്ട് 15 ദിവസമായി. അതിനുശേഷം സ്വർണ്ണക്കള്ളക്കടത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസും അന്വേഷണം നടത്തിവരികയാണ്. ഇടയ്ക്കിടെയുള്ള അന്താരാഷ്ട്ര യാത്രകളുടെ ഒരു രീതി, സംശയാസ്പദമായ സാമ്പത്തിക ഇടപാടുകൾ, ആരോപിക്കപ്പെടുന്ന ഹവാല ശൃംഖലയുമായുള്ള ബന്ധം എന്നിവ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതോടെ കള്ളക്കടത്ത് പ്രവർത്തനങ്ങളിലെ അവരുടെ പങ്കിനെക്കുറിച്ചുള്ള അന്വേഷണം കൂടുതൽ ശക്തമാക്കി. ഇതിനു പുറമെ രന്യയുടെ രണ്ടാനച്ഛനും മുതിർന്ന DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനുമായ രാമചന്ദ്ര റാവുവിനെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ കള്ളക്കടത്ത് ശൃംഖലയ്ക്ക് സൗകര്യമൊരുക്കാൻ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു വരികയാണ്. 2023-നും 2025-നും ഇടയിൽ രന്യ റാവു ദുബായിലേക്ക് 52 തവണ യാത്ര ചെയ്തതായും അതിൽ 45 എണ്ണം ഒരു ദിവസത്തെ റൗണ്ട് ട്രിപ്പ് ആയിരുന്നുവെന്നും അധികൃതർ കണ്ടെത്തി. 2025-ലെ ആദ്യ 2 മാസങ്ങളിൽ അവർ 27 സന്ദർശനങ്ങൾ നടത്തി. പലപ്പോഴും ബംഗളൂരു, ഗോവ, മുംബൈ എന്നിവിടങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. 45 തവണയായി അവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്തത് ഒരു കള്ളക്കടത്ത് സംഘത്തിൽ പങ്കുണ്ടോ എന്ന സംശയം ശക്തമായി ഉയർത്തി. മാത്രമല്ല, ചൊവ്വാഴ്ച കോടതി നടപടിക്കിടെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് റാവുവും സുഹൃത്ത് തരുൺ രാജുവും ദുബായിലേക്ക് 26 യാത്രകൾ നടത്തിയതിന് തെളിവുകൾ ഉണ്ടെന്ന് അവകാശപ്പെട്ടു. യാത്രകൾക്കിടയിൽ റാവുവും രാജുവും രാവിലെ പുറപ്പെട്ട് വൈകുന്നേരത്തോടെ തിരിച്ചെത്തുമായിരുന്നു. ഇത് സംശയം ജനിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു. 2023-ൽ കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയായി ആരോപിക്കപ്പെടുന്ന ദുബായിൽ വീര ഡയമണ്ട്സ് ട്രേഡിംഗ് എന്ന സ്ഥാപനം റാവു രജിസ്റ്റർ ചെയ്തു. നടനും ബിസിനസ്സുകാരനുമായ തരുൺ രാജുവാണ് ഈ ശ്രമത്തിൽ അവരുടെ പങ്കാളിയെന്ന് റിപ്പോർട്ടുണ്ട്. 2022-ൽ അവർ ബംഗളൂരുവിൽ ബയോ എൻഹോ ഇന്ത്യയും സ്ഥാപിച്ചു. പിന്നീട് അതിനെ സിറോഡ ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്തു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒന്നിലധികം ബിസിനസ് സംരംഭങ്ങൾ അവരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തി. അവരുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിച്ച പണം പിന്നീട് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അജ്ഞാത സ്രോതസ്സുകളിലേക്ക് വഴിതിരിച്ചുവിട്ടതായി സംശയിക്കുന്ന ഉദ്യോഗസ്ഥർ അവരുടെ സാമ്പത്തിക രേഖകൾ പരിശോധിച്ചു വരികയാണ്. നിയമവിരുദ്ധമായി സമ്പാദിച്ച സ്വത്ത് നിയമാനുസൃതമാക്കാൻ രന്യയുടെ ബിസിനസ് സംരംഭങ്ങൾ ഉപയോഗിച്ചിരിക്കാമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ രന്യ റാവുവിനെ വിവാഹം കഴിച്ച ഭർത്താവ് ജതിൻ ഹൊക്കോരിയും DRI അന്വേഷണത്തിൽ തന്നെയാണ്. എന്നിരുന്നാലും വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം 2024 ഡിസംബർ മുതൽ തങ്ങൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നതെന്ന് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം തേടിയ ഹൊക്കേരി പറഞ്ഞു. അതേസമയം അവരുടെ രണ്ടാനച്ഛൻ രാമചന്ദ്രൻ റാവുവിനെ മാർച്ച് 15-ന് നിർബന്ധിത അവധിയിൽ അയച്ചു. നിലവിൽ അദ്ദേഹം കർണാടക സ്റ്റേറ്റ് പോലീസ് ഹൗസിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. മകളുടെ അറസ്റ്റിൽ നിന്ന് രാമചന്ദ്ര നേരത്തെ അകന്നു നിൽക്കുകയും സ്വയം ഹൃദയം തകർന്ന രക്ഷിതാവ് എന്ന് വിളിക്കുകയും അവരുടെ കള്ളക്കടത്ത് പ്രശ്നങ്ങളെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് അവകാശപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും കൊബേഗൌഡ എയർപോർട്ട് പോലീസ് സ്റ്റേഷനിലെ പ്രോട്ടോകോൾ ഓഫീസറുമായി സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു കോൺസ്റ്റബിൾ രന്യ റാവുവിന്റെ സുഗമമായ വരവും പോക്കും ഉറപ്പാക്കാൻ രാമചന്ദ്ര റാവുവിന്റെ നേരിട്ടുള്ള ഉത്തരവുകൾക്കനുസൃതമായി പ്രവർത്തിക്കുകയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ഇതേ തുടർന്ന് IAS ഉദ്യോഗസ്ഥൻ ഗൗരവ് ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അന്വേഷണം നടത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി രാമചന്ദ്ര റാവുവിന്റെ മൊഴി രേഖപ്പെടുത്തി റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് സമർപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.